വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവിന്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഓട്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് റോൾഡ് ഓട്സ് എന്ന് പറയും. നിങ്ങൾക്ക് ഇതന്നെ എടുക്കേണ്ട ആവശ്യമില്ല, ഏത് ടൈപ്പ് ഓട്സ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു പാനിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരും, ഒരു നല്ലൊരു മണവും വരും. ആ ഒരു സമയം വരെയാണ് നമ്മൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കളർ മാറുമ്പോഴേക്കും നമുക്ക് ഇതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ ഒരു പാത്രത്തിലോട്ടേക്ക് നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടി പോകുന്നത് 1/4 കപ്പ് ബദാമാണ്. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ചെറുതായിട്ട് പൊട്ടി തുടങ്ങും. ആ ഒരു സമയം വരെ മാത്രം റോസ്റ്റ് ചെയ്താൽ മതി. അപ്പോഴേക്കും അതിന്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ബദാം ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളുടെ ബദാമും നമ്മുടെ ഓട്സും ഇവിടെ നല്ലപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. നമ്മളത് തണിയാൻ വേണ്ടി വെച്ചിരുന്നു. അത്യാവശ്യം നല്ലപോലെ തണിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സറിന്റെ ജാറിലോട്ടേക്ക് ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബദാമും പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ബദാമും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും നല്ലപോലെ ഫൈനായിട്ട് തന്നെയാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. ക്രഷ് ചെയ്തെടുക്കുകയെന്നല്ല ചെയ്തിരിക്കുന്നത്, പൊടിച്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ശർക്കരയാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ടേക്ക് ഏകദേശം 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ശർക്കര പാനിയാക്കി എടുക്കാനാണ് പോകുന്നത്. ശർക്കരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടും കുറക്കും ഒക്കെ ചെയ്യാം. അപ്പോൾ ഞാനിതിപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പാനിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് ചേർന്നതിന് ശേഷം ഇതുപോലെ പതഞ്ഞ് വരുന്നത് വരെ മാത്രം ചെയ്താൽ മതി. അതിനുശേഷം അതിലോട്ടേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ അളവിൽ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ശർക്കരയിൽ തരികളോ മണ്ണോ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ. എൻ്റെ അതിൽ ഇല്ലാന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിലോട്ടേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ബദാമും ഓട്സും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മുഴുവനും തന്നെ ചേർത്തോളൂ. ഈ ഒരു അളവ് കറക്റ്റ് പാകത്തിനായിട്ടാണ് വരിക. അപ്പോൾ ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നമ്മുടെ ശർക്കരയായിട്ട് ആ പൊടികളൊക്കെ നല്ലപോലെ യോജിച്ച് വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം ലോയിൽ വെച്ചോളൂ. ലോയിൽ വെച്ചിട്ട് നമുക്കിത് നല്ലപോലെ തന്നെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഒന്ന് നല്ലപോലെ ശർക്കരയായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിനൊരു ചെറിയൊരു പറ്റലുണ്ട്. ഈ ഒരു പറ്റൽ മാറുന്നത് വരെ നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നോക്കൂ, അതിന്റെ പറ്റിലൊക്കെ അത്യാവശ്യം നല്ലപോലെ മാറി വന്നിട്ടുണ്ട്. അത് നമ്മുടെ പാത്രത്തിൽ നിന്ന് നല്ലപോലെ റിലീസായി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അതൊരു പാത്രത്തിലോട്ടേക്ക് ചെറുതായിട്ട് തണിയാൻ വേണ്ടി മാറ്റി വെക്കാം. ഒരല്പം തണിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഉരുളകളാക്കാൻ തുടങ്ങാം. ഒരുപാട് തണിയാൻ വേണ്ടി കാത്തിക്കണ്ട, കാരണം ഒരുപാട് തണിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കുന്ന പോലെ ഉരുളകളാക്കാൻ വേണ്ടി പറ്റണമെന്നില്ല. അപ്പോൾ ഞാനിത് പുരുട്ടിയെടുക്കുന്നുണ്ട്. നമുക്ക് കയ്യിലൊന്നും നെയ്യ് തടവേണ്ട ഒരാവശ്യമില്ല. അതിൽ ഞാൻ നെയ്യ് ചേർത്തിട്ടുണ്ട്, അതന്നെ ആവശ്യത്തിനുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ ഈ ഒരു സ്വീറ്റ് റെഡിയാകും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഓട്സ് ഉപയോഗിച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മളുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് ചേരുവകളേ ഉള്ളൂ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് റെഡിയാക്കാവുന്നതാണ്. ഏത് ഒക്കേഷനിലും പറ്റിയതാണ്. അപ്പോൾ കുട്ടികളൊക്കെ മിഠായിക്ക് വേണ്ടി ചോദിച്ച് കരയുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സ്വീറ്റ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്.